അങ്ങനെ ഇന്ന് സ്വാതന്ത്ര്യദിനമാണ്. വീണ്ടും ഒരു ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലെ? അതെ 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 മലപ്പുറത്തായാലും ബാംഗ്ലൂരിലായാലും എവിടെയായാലും സ്വാതന്ത്ര്യ ദിനത്തിന് സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആ ആ ഒരു മധുരമുണ്ട്, ഓർമ്മകളുണ്ട്, ചിന്തയുണ്ട്, ഒക്കെ ബാക്കിയുണ്ട്. അതെ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യ ദിനത്തിന് തന്നെ സംസാരിക്കാമെന്ന് വിചാരിച്ചതല്ലേ. അതെ തീർച്ചയായും അതെ നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഓർമ്മകൾ തന്നെ, അല്ലെങ്കിൽ ഓരോ കാലഘട്ടങ്ങളായിട്ട് തിരിച്ചാൽ തന്നെ കുഞ്ഞുനാളില് അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടത്തിലെ നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിന് വേറൊരു ഓർമ്മ തന്നെയാണല്ലേ. തീർച്ചയായും അതെ നമ്മള് സ്കൂളിലെ കൊടി കിട്ടുന്നു, അല്ലെങ്കിൽ സ്കൂളിലെ മധുരം കിട്ടുന്നു, അതൊക്കെയാണ്. മലപ്പുറത്തെ സ്കൂളുകളിലും അങ്ങനെ തന്നെയായിരുന്നു. അതെ അതെ കൊടി കെട്ടും, പായസം കിട്ടും. പണ്ട് ഒരു തൂക്കപാത്രം ഉണ്ട്, തൂക്കുപാത്രം എന്ന് പറയും. അത് ആ അലൂമിനിയത്തിന്റെ ഒരു പഴയ തൂക്കുപാത്രം. എനിക്ക് തോന്നുന്നു ഞാനത് ഒരു LP സ്കൂൾ UP സ്കൂൾ അവസാനിക്കുന്നവരെ ആ സെയിം തൂക്കുപാത്രമാണ്. അതാകെ വീട്ടിൽ പൊടി തട്ടി എടുക്കുക, സ്വാതന്ത്ര്യ ദിനത്തിന് പായസം വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ മാത്രമാണ്. അപ്പൊ അതൊരു നൊസ്റ്റാൾജിക് ഓർമ്മയാണ്. ഉമ്മയോ വല്യമ്മയൊക്കെ ആയിരിക്കും അത് കഴുകി വൃത്തിയാക്കി പൊടിയൊക്കെ തുടച്ച് തരിക. അപ്പൊ അതിലൊരു പകുതിയോളം പായസം കിട്ടും. അപ്പം ഓരോ തവണ പായസം ഒഴിക്കുമ്പോഴും കുറച്ചും കൂടി ഇച്ചിരി കൂടെ എന്ന് പറഞ്ഞ് വാങ്ങി അതുമായി തിരിച്ച് വീട്ടിൽ വന്ന് എല്ലാവരുടെയും കൂടെയാണ് ആ പായസം കുടിക്കുക. സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക ആ പായസത്തിന്റെ രുചിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെരുന്നാളുകൾ പോലെ നമ്മൾ കാത്തിരുന്ന് ആഘോഷിച്ചിരുന്ന വല്ലാത്തൊരു ആഘോഷമായിരുന്നു സ്വാതന്ത്ര്യ ദിനം എന്നെ സംബന്ധിച്ച്. നമുക്ക് ഈ സ്വാതന്ത്ര്യ ദിനമാകുമ്പോ നമ്മൾ സ്കൂളിലേക്ക് നടന്നായിരുന്നു ഞങ്ങൾ സ്കൂളിലോട്ട് പോകുന്നത്. അപ്പോ നടന്നു പോകുമ്പോ ആ സമയമാകുമ്പോ പല ഈ വലിപ്പത്തില് സ്വാതന്ത്ര്യ ദിനത്തിന്റെ കൊടികള് നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പൊ നമ്മുടെ കുട്ടിക്കാലത്തെ ഒരു ലക്ഷറി ആയിരുന്നു വാസ്തവത്തിൽ ഈ ഇന്ത്യയുടെ കൊടി എന്ന് പറയുന്നത്. അപ്പൊ അതെ നമുക്ക് ഈ ചെറിയ വെള്ള സ്ട്രോയില് ഈ ഒരു കട്ടിയുള്ള പേപ്പറിൽ ഇന്ത്യയുടെ കൊടി നമുക്ക് കിട്ടും. അപ്പോ ആ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ സ്ട്രോ ഊരി മാറ്റിയിട്ട് അത് ഒരു ബുക്കിൽ അങ്ങ് ഒട്ടിച്ചു വെക്കും. അപ്പൊ അതെ അക്കാലത്ത് ഒരു ലക്ഷറിയുടെ ഒരു ഓർമ്മയാണ്. പിന്നീട് നമ്മൾ കോളേജിലേക്ക് വന്നു കഴിഞ്ഞപ്പോ NSS NCCയുടെ നേതൃത്വത്തില് ഫ്ലാഗ് ഹോയിസ്റ്റ് നടത്തുന്ന ഒരു ഓർമ്മയായിട്ട് അതിനോടൊപ്പം നമ്മുടെ കൂട്ടുകാരൊക്കെ അല്ലെങ്കിൽ ടീച്ചേഴ്സ് നമുക്കൊരു ആശംസ അല്ലെങ്കിൽ സ്വാതന്ത്ര്യദിന സന്ദേശം, പിന്നീട് ദേശഭക്തി ഗാന മത്സരം, അങ്ങനെയൊക്കെ നമ്മുടെ ആ ഒരു ചെറുപ്പകാലത്തെ ലക്ഷറിയിൽ നിന്ന് കോളേജിലേക്ക് വരുമ്പോൾ ആ ഒരു സ്വാതന്ത്ര്യദിനത്തിന്റെ ഓർമ്മ ഇങ്ങനെ മാറുന്നുണ്ട്. പിന്നീട് കുറെ കൂടി നമ്മൾ ചിന്തിക്കാൻ, അതായത് ക്രിട്ടിക്കലായിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് തുടങ്ങുമ്പോൾ 50ഉം 60ഉം വർഷങ്ങൾക്ക് ശേഷം സ്വാതന്ത്ര്യത്തെ നമ്മൾ പുനർനിർവചിക്കാൻ പഠിച്ചു അല്ലേ. നമ്മൾ കുട്ടിക്കാലത്ത് ഒരു ആഘോഷത്തിന്റെ ഭാഗമായി നമ്മൾ കണ്ട ആ ഒരു സ്വാതന്ത്ര്യം എന്ന വാക്കിന് ഒരുപാട് പുതിയ നിർവചനങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ, വ്യക്തിപരമായും ബന്ധങ്ങളിലും ഒക്കെ. അതെ, കാരണം എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഈ ഈ നൊസ്റ്റാൾജിയ പറയുന്ന സമയത്ത് സ്വാതന്ത്ര്യദിനം എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് മധുരത്തിന്റെ ഓർമ്മയായിരുന്നു, അതെല്ലാവരും ഒരുമിച്ച് കൂടുന്നതിന്റെ ഓർമ്മയായിരുന്നു, അത് ഒരു പക്ഷെ പതാക ഉയർത്തുന്നതിന്റെ ഓർമ്മയായിരുന്നു, അത് കഴിഞ്ഞിട്ടുള്ള കുറെ മത്സരങ്ങളുടെ ഓർമ്മയായിരുന്നു, അതിലെ ജയപരാജയങ്ങളുടെ ഓർമ്മയായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ് നമ്മൾ വളരുന്നതിനനുസരിച്ച് അരുണി പറഞ്ഞതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിനെ നമ്മൾ റീഡിഫൈൻ ചെയ്ത് തുടങ്ങി, അല്ലെങ്കിൽ അതിന്റെ പൊരുൾ അറിഞ്ഞു തുടങ്ങി. അങ്ങനെ പൊരുൾ അറിയുന്ന സമയത്താണ് ഒരു പക്ഷെ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളെയും വളരെ ക്രിട്ടിക്കൽ ആയിക്കൊണ്ട് അത്തരം ഒരു കണ്ണാടി വെച്ച് നോക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ കാലഘട്ടത്തിൽ നിന്ന് ഭൂതകാലത്തിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമ്മളുടെ സ്വാതന്ത്ര്യം എവിടെയൊക്കെയോ കൈമോശം വന്നു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ സ്വാതന്ത്ര്യത്തിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അത് ഒരു രാജ്യം എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഒരു വ്യക്തി എന്നുള്ള രീതിയിലും ഞാൻ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അത് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം തന്നെയാണോ? അപ്പം എന്താണ് ഒരു അബ്സല്യൂട്ട് ലിബർട്ടി എന്ന് പറഞ്ഞാൽ? ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ നാമ്പിടുകയും നമ്മൾ അതിങ്ങനെ പല സ്ഥലത്തായിട്ട് പരതുകയും ഒടുവിൽ അതിന് ഉത്തരം കിട്ടുകയും ഒരുപക്ഷെ കിട്ടിയിട്ടും അതിൽ തൃപ്തി വരാതെ വീണ്ടും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലേക്ക് നമ്മളുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള ചിന്തകൾ മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. അതെ, കാരണം ഈ എന്റെ ജനനമാണ് എന്റെ ആത്മഹത്യക്ക് കാരണം എന്ന് കുറിപ്പെഴുതി വെച്ചിട്ടാണ് രോഹിത് വെമുലയ്ക്ക് ഈ രാജ്യത്ത് നിന്ന് കടന്നു പോകേണ്ടി വന്നത്. നമ്മൾ ഇന്ന് ഈ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ ഫാദർ സ്റ്റാൻ സ്വാമി നമ്മളോടൊപ്പം ഇല്ല, കൽബുർഗി ഇല്ല, ധബോൽക്കർ ഇല്ല, പൻസാര ഇല്ല. ഇവരൊക്കെ എവിടേക്ക് മറഞ്ഞുപോയി? എന്തുകൊണ്ടാണ് പാതി വഴിയിൽ ജീവിതം
നഷ്ടപ്പെടുത്തേണ്ടി വന്നത് എന്നത് സ്വാതന്ത്ര്യം ഉപയോഗിച്ചത് കൊണ്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട മനുഷ്യരായിട്ട് നമുക്ക് ഇവരെ കാണാം. അപ്പോ വാസ്തവത്തിൽ ഈ 50-60 വർഷങ്ങളൊക്കെ കഴിഞ്ഞ് സ്വാതന്ത്ര്യത്തെ നമ്മൾ ആഘോഷിക്കുമ്പോൾ സ്വന്തം അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിച്ചതിന്റെ പേരിൽ, നമ്മുടെ രാഷ്ട്രീയം പറഞ്ഞതിന്റെ പേരിൽ, വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ചതിന്റെ പേരിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെ ഓർക്കാതെ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് കടന്നു പോകാൻ പറ്റില്ല, അല്ലേ? അതെ അതെ, ഒരിക്കലും കടന്നു പോകാൻ പറ്റില്ല. കാരണം നമ്മളൊക്കെ സ്വാതന്ത്ര്യദിന സേനാനികൾ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് പറഞ്ഞ് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യുന്ന കുറെ മനുഷ്യന്മാരുണ്ട്. ഗാന്ധി മുതൽ അങ്ങോട്ട് ഒത്തിരി മനുഷ്യരുണ്ട്. ആ മനുഷ്യരൊക്കെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് 1947 ശേഷം ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു രാജ്യം പിറവി കൊള്ളുന്നു. അതിനുശേഷം 70 വർഷത്തിനിപ്പുറം, 70 വർഷങ്ങളൊക്കെ താണ്ടി നമ്മൾ ഈ 2026 നിൽക്കുമ്പോൾ അഡോണി പറഞ്ഞതുപോലെ തന്നെ ഇടയിൽ വന്നുപോയ ചില മനുഷ്യരുണ്ട്. ഈ മനുഷ്യരുടെ പേരോ ഈ മനുഷ്യരുടെ ശബ്ദമോ ഈ മനുഷ്യരുടെ ഓർമ്മയോ ഒന്നും ഒരു പക്ഷെ നമ്മളുടെ വിദൂര ചിന്തയിൽ പോലും കടന്നു വരുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും പല പോസ്റ്ററുകളിലും ഒരുപാട് ഫിഗറുകൾ നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. പക്ഷെ ഈ കൂട്ടത്തിലൊന്നും ഞാനിവിടെയും കൽബുർഗിയെയോ അല്ലെങ്കിൽ പൻസാരയെയോ ഗൗരി ലങ്കേഷിനെയോ അഖിലാഖിനെയോ ജുനൈദിനെയോ ഈ പേര് പറയാത്ത കുറെ മനുഷ്യരുണ്ട്. ഇവരെയൊന്നും എവിടെയും കാണുന്നില്ല. നമ്മൾ പോലും അത് മറന്നു പോകുന്നു എന്നുള്ളതാണ്. ഇതൊരു ഒരു കസ്റ്റമായിട്ട്, ഒരു റിച്വൽ ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ ഇങ്ങനെ സദാ എല്ലാ ഓഗസ്റ്റ് 15-നും ആചരിച്ചു പോരുന്നു എന്നുള്ളതിനപ്പുറത്ത് അതിനെ കുറച്ചുകൂടെ നവീകരിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം എന്താണ് എന്നുള്ള ചിന്തയിലേക്ക് ആഴ്ന്നിറങ്ങാൻ പലപ്പോഴും ആരും ശ്രമിക്കാറില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് മഹാന്യൂനപക്ഷമാണ്. അവരുടെ ശബ്ദം പുറത്തേക്ക് എത്തുന്നില്ല എന്നുകൂടെ എനിക്ക് തോന്നുന്നുണ്ട്. നമ്മള് നേരത്തെ സംസാരിച്ചപ്പോ നീ റൂമിയുടെ ആ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ആശയത്തെ പറ്റി പറയുന്നുണ്ടായിരുന്നില്ലേ? റൂമിയുടെ കഥയിലൂടെ സ്വാതന്ത്ര്യത്തെ നമുക്ക് മറ്റൊരു ആംഗിളിൽ നിന്ന് നോക്കി കാണാൻ പറ്റൂല്ലേ? തീർച്ചയായും. കാരണം സ്വാതന്ത്ര്യത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പദമാണ് ലിബർട്ടി, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ. ഈവൻ ഫ്രീഡം എന്ന് പറയുമ്പോഴും ലിബർട്ടി എന്ന് പറയുമ്പോഴും തന്നെ അതിന്റെ അർത്ഥതലങ്ങളിൽ, അർത്ഥവിന്യാസത്തിൽ വ്യത്യാസമുണ്ട്. റൂമിയുടെ കഥ എന്ന് പറയുന്നത്, റൂമി യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തെ കുറിച്ചല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ റൂമി ആയതുകൊണ്ടും റൂമിയെ നമ്മൾ വായിക്കുന്നത് കൊണ്ടും നമുക്കതിനെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടി പറ്റും. അതൊരു കഥയാണ്. കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെന്റെ ഒരു പ്രിയപ്പെട്ട ഒരാൾ എന്നോട് പറഞ്ഞ് അങ്ങനെ ഞാൻ കേട്ട് പിന്നീട് വായിച്ച ഒരു കഥയാണ്. ഒരു കാടാണ് പശ്ചാത്തലം. അപ്പൊ കാട് എന്ന് പറയുമ്പോൾ നിബിഡ വനം. കാടിന്റെ നടുകെ ഒരു ഗുഹയുണ്ട്. ആ ഗുഹയിൽ ഒരു സിംഹമുണ്ട്. അപ്പൊ ഈ സിംഹത്തിന്റെ ഒരു ടെറിട്ടറി, ഈ ടെറിട്ടറിയുടെ അധിപനാണ് യഥാർത്ഥ സിംഹം എന്ന് പറയുന്നത്. 2 കണ്ടീഷൻസ് ആണ് ഈ കഥയിലുള്ളത്. അതിലൊന്ന്, നിങ്ങൾക്ക് സിംഹത്തിന്റെ അടുത്തേക്ക് പോവാം, ഈ ടെറിട്ടറിയുടെ ഈ ലൈന് ഭേദിച്ച് നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കയറാം. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അവിടെ 2 ഓപ്ഷൻ ആണുള്ളത്. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഈ സിംഹത്തെ ഭയപ്പെടാനേ പാടില്ല. സിംഹത്തെ നിങ്ങൾ നിശ്ചയമായും സ്നേഹിക്കണം. ഈ സിംഹത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിംഹം നമ്മളുടെ മുഖത്തുള്ള ഭാവഭേദങ്ങളോ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ആക്ട് ചെയ്യുന്നോ ഇതൊന്നും അല്ല സിംഹം നോക്കുക. സിംഹം നമ്മളുടെ ഹൃദയത്തെ കുറിച്ച് നല്ല ബോധമുള്ള സിംഹമാണ്. അങ്ങനെയുണ്ടല്ലോ, ഇപ്പം ഈ പട്ടി നമ്മളുടെ ശരീരത്തിൽ ഒരു ഫിറമോൺ ഉത്പാദിപ്പിക്കുമ്പോൾ, ഭയത്തിന്റെ ഫിറമോൺ ഉത്പാദിപ്പിക്കുമ്പോൾ പട്ടി അത് ക്യാപ്ചർ ചെയ്യുകയും പട്ടിക്ക് അത് മനസ്സിലാവുകയും പട്ടി നമ്മൾ അറ്റാക്ക് ചെയ്യുകയും ചെയ്യും എന്ന് പറയാറുണ്ട്. ശാസ്ത്രീയമായി തന്നെ അതിന് ഒത്തിരി തെളിവുകളുണ്ട്. അപ്പൊ പട്ടിയെ കാണുമ്പോൾ പേടിക്കാതിരിക്കണം. ഇതെങ്ങനെ നടക്കും എന്ന് നമ്മൾ ചോദിക്കുമല്ലോ. അതേപോലെ തന്നെ ഈ കഥയിലേക്ക് വരുമ്പോൾ, സിംഹം എല്ലാവരെയും തിന്നും. സിംഹം ബലവാനാണ്, സിംഹം ക്രൂരനാണ്, സിംഹം എല്ലാവരെയും കൊല്ലും, തിന്നും. ഇത് നമുക്കറിയാം. പക്ഷെ ഈ ടെറിട്ടറിക്കുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതൊന്നും നമ്മളുടെ ഓർമ്മയിൽ ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ ഇതൊന്നും നമ്മൾ ചിന്തിക്കാൻ പോലും പാടില്ല. സിംഹത്തിനെ നമ്മൾ അത്രമേൽ സ്നേഹിക്കണം. അപ്പൊ സിംഹം നമ്മളൊന്നും ചെയ്യില്ല. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, പേടിച്ച് ഈ ടെറിട്ടറിക്കുള്ളിലേക്ക് കയറാം. അങ്ങനെ സിംഹത്തിനെ കണ്ടില്ല എന്നുള്ള രീതിയിൽ 10 പതിഞ്ഞ് ഇങ്ങനെ സിംഹത്തിന്റെ അരികെ ചെല്ലാം. പക്ഷെ അപ്പൊ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സിംഹം നമ്മൾ ഉറപ്പായിട്ടും കൊല്ലും. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ റൂമി പറയുന്നത് ദൈവസങ്കല്പനത്തെ കുറിച്ചാണ്. സിംഹം ദൈവമാണെങ്കിൽ സിംഹത്തിന്റെ അടുത്തേക്ക് നിശ്ചയമായും പോവേണ്ട നമ്മൾ ആ സിംഹത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പോകുന്ന വഴിയിൽ അപ്പാടെയും സിംഹത്തെ ഭയന്നുകൊണ്ടാണ്, ദൈവത്തെ ഭയന്നുകൊണ്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഒടുവിൽ നമ്മളുടെ ഭയപ്പാട് തന്നെ സംഭവിക്കും. അതല്ല, നമ്മൾ ദൈവത്തെ സദാ സ്നേഹിച്ചുകൊണ്ടാണ് നമ്മളുടെ ജീവിതമാകുന്ന യാത്ര പൂർത്തീകരിക്കുന്നത് എങ്കിൽ
അവിടെ ദൈവം നമ്മളെ ആലിംഗനം ചെയ്യും. ഒരുപക്ഷെ ഒരുപാട് പേർ ഭയത്തോടുകൂടെ കണ്ടിരുന്ന ദൈവം ഭയമുള്ള ഒരാളല്ല എന്ന് നമ്മൾ തിരിച്ചറിയും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതിനെ നമുക്ക് സ്വാതന്ത്ര്യവുമായിട്ട് യോജിപ്പിക്കാം. ഞാൻ ഈ കഥ ആദ്യം കേട്ട സമയത്തും ഇങ്ങനെ ഒരു കണക്ഷൻ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഞാൻ അലോണയായിട്ട് നമ്മൾ ഇതിന്റെ ഒരു ചർച്ചയിലേക്ക് വരുന്ന സമയത്ത് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നത്. കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മൾ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങളെ ഭയന്നുകൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ സിസ്റ്റത്തിനെ ഭയക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ ഉണ്ടാകുന്ന കോൺസിക്വൻസസിനെ നമ്മൾ ഭയക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ നമ്മളത് പറഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മളിത് ചെയ്താൽ എന്ത് സംഭവിക്കും, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ ഒരുപാട് ഭയത്തിന്റെ കെട്ടുമാറാപ്പ് തന്നെ നമ്മളുടെ പുറകിൽ ഉണ്ടാകും. ഇങ്ങനെ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നു നമ്മൾ അസ്വാതന്ത്ര്യത്തിലാണ്. അപ്പൊ ഇങ്ങനെ സ്വാതന്ത്ര്യം നമുക്ക് നേടിയെടുക്കാം. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതെയാകണം. അപ്പൊ അത് ഒരു തരത്തിൽ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ചിന്താ പദ്ധതിയാണ്. ആ ചിന്താ പദ്ധതിയിൽ എല്ലാം പ്രശ്നമാണ്. അപ്പൊ ഈ പ്രശ്നങ്ങൾ മാറാതെ ഞാൻ സ്വാതന്ത്ര്യം അനുഭവിക്കില്ല എന്ന നമ്മുടെ തോന്നൽ നമ്മളെ കൂടുതൽ അസ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. ഇനി ഇതിന്റെ ഒരു മറുപുറം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. അത് നമുക്കൊരിക്കലും ഒരു നിമിഷാർദ്ധത്തിൽ ശുചിട്ടതുപോലെ ഇല്ലാതെയാക്കാനൊന്നും പറ്റില്ല. ശങ്കരൻ പറയുന്ന പോലെ നമുക്ക് പാതയോരത്ത് മുഴുവൻ കല്ലും മുള്ളും തടസ്സങ്ങളും ആയിരിക്കും. അതിന്റെ മുകളിൽ മുഴുവൻ പരവതാനി വിരിച്ച് മുന്നോട്ടുള്ള യാത്ര എന്നുള്ളത് ഒരിക്കലും പ്രാപ്യമല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ കാലിൽ ഒരു തുകൽ ചെരുപ്പ് ധരിക്കുക, എന്നിട്ട് ആ തടസ്സങ്ങളുടെ മുകളിലൂടെ സുഗമമായി നടന്നു പോവുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു ഷീൽഡ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ എന്ത് സംഭവിച്ചാലും, എന്ത് എതിർപ്പുകൾ ഉണ്ടെങ്കിലും, എത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനെ സധൈര്യം നേരിടുക. ഞാനാവുക, എന്റെ വിശ്വാസങ്ങളെ, എന്റെ ധാരണകളെ, എന്റെ ശരികളെ, അത് ധാർമ്മികമായിരിക്കണം, അതെ ശരിക്കും ശരിയായിരിക്കണം, അത് മറ്റൊരു ചർച്ചയാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ഇതിനെ നേരിടുമ്പോൾ ഞാൻ അനുഭവിക്കുന്നത് സ്വാതന്ത്ര്യമാണ്. ഞാൻ ഇതിനോട് കലഹിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്നത് സ്വാതന്ത്ര്യമാണ്. ഞാൻ ഈ പ്രശ്നങ്ങളെയൊക്കെ ചെറുത്ത് നിൽക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്നത് സ്വാതന്ത്ര്യമാണ്. ഇതൊരു സാങ്കല്പികമായ തത്വചിന്തയായിട്ട് എടുക്കുകയും വേണ്ട കേട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഗാന്ധിയെ നമുക്ക് ഉദാഹരിക്കാം. ഗാന്ധി ഒരു സാധാരണ മനുഷ്യന്റെ കണ്ണിൽ എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടെ ജനിച്ച ഒരാളാണ് ഗാന്ധി മാത്രമല്ല, നെഹ്റു അങ്ങനെയായിരുന്നു, ബുദ്ധൻ അങ്ങനെയായിരുന്നു. ഒരുപാട് മനുഷ്യരെ നമുക്ക് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ മനുഷ്യരൊക്കെ എല്ലാ സ്വാതന്ത്ര്യത്തിനും, എല്ലാ സന്തോഷത്തിനും, എല്ലാ പ്രോസ്പെരിറ്റിക്കും ഇടയിൽ ജനിച്ച ആളുകളാണ്. എന്നാൽ ഇതിനൊക്കെ ഉപേക്ഷിച്ച് ഇവർ കലഹിക്കാൻ തുടങ്ങുകയാണ്. അപ്പം യഥാർത്ഥത്തിൽ ഇവര് അസ്വാതന്ത്ര്യമല്ലേ അനുഭവിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അല്ല, അവർ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യമാണ് അനുഭവിക്കേണ്ടത്. അപ്പൊ ഇതിന്റെ അംബേദ്കർ തന്നെ ഉദാഹരണം അല്ലേ? അതെ, അംബേദ്കർ ഉദാഹരണമാണ്. അപ്പൊ ഈ കെട്ടുമാറാപ്പുകൾക്കുള്ളിൽ പെട്ടുപോയാൽ നമ്മൾ അസ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരും, ഈ ചങ്ങല പൊട്ടിക്കാൻ നിരന്തരം ശ്രമിച്ച് ജയിക്കുന്നു തോൽക്കുന്നു എന്ന രണ്ടാമത്തെ കാര്യമാണ്. അപ്പൊ നമ്മളുള്ള കാലം നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരുമായിരിക്കും. അത്തരത്തിൽ നമ്മൾ നമ്മളുടെ ജീവിതത്തെ, അത് നമ്മളുടെ മുറിക്കുള്ളിലാവാം, നമ്മളുടെ വീടുകത്തിലാകാം, ഇനി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സൊസൈറ്റിയിലാവാം, നമ്മൾ ഇടപെടുന്ന മേഖലകളിലാവാം, സാമൂഹ്യ മാധ്യമങ്ങളിലാവാം, നമ്മൾ ഇടപെട്ട് തുടങ്ങിയാൽ നമുക്കും ഒരു യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റും എന്നുള്ള ഒരു തോട്ടാണ് ഈ റൂമിയുടെ കഥയിൽ നിന്റെ പൊരുളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം അത് നമ്മളുടെ തന്നെ ഒരു ഇച്ഛാശക്തിയോ, അല്ലെങ്കിൽ സാഹചര്യങ്ങളെ മനസ്സിലാക്കുന്നതിന്റെയോ, അല്ലെങ്കിൽ തിരിച്ചു വരുന്നതിന്റെയോ ഒക്കെ അടയാളമാണ്. അത് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഈ സ്നാനം എന്ന കവിതയിൽ പറയുന്നുണ്ടല്ലോ, ജലം നീരാവിയായി പറന്നു പോയാലും പെരുമഴയായി തിരിച്ചെത്തുന്നത് പോലെ മരിച്ചാലും നമ്മൾ മനുഷ്യരായി തന്നെ വീണ്ടും പിറക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോ നമ്മള് ഓർമ്മകളുടെ വലിയ വിസ്മൃതിയിലേക്ക് അടർന്നു പോയാലും, മറവിയിലേക്ക് തള്ളപ്പെട്ടു പോയാലും, തോറ്റുപോയാലും, തളർന്നു പോയാലും വീണ്ടും തിരികെ വരാൻ എവിടെയോ നമുക്കൊരു ഇച്ഛാശക്തി തിരികെ ഉണ്ടാവണം. അത് ഒരു പിറവിയുടെ സാധ്യതയാണ്. അപ്പോ അതിന് വാസ്തവത്തിൽ നമ്മൾ ഈ രാഷ്ട്രത്തിന്റെ പേഴ്സ്പെക്റ്റീവായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ചിലപ്പോ നമ്മൾ ഈ രോഹിത് വെമുലയെ പോലെ നമ്മൾ സമൂഹത്തിൽ നമ്മളോടൊപ്പം ഇന്നും ജീവിക്കേണ്ടിയിരുന്ന മനുഷ്യർക്ക് കടന്നു പോകേണ്ടി വരുന്നത് ഒരുപക്ഷെ അവർ ആ സ്വാതന്ത്ര്യത്തെ പുൽകാൻ അവർക്ക് പറ്റിയിരുന്നില്ല. അവിടെയാണ് നമ്മൾ ഈ പൊളിറ്റിക്കൽ തിയറിസ്റ്റുകളെയൊക്കെ നോക്കുമ്പോൾ, ഗ്രാംഷിയൊക്കെ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ അകമ്പനെയൊക്കെ വായിക്കുമ്പോൾ ആണെങ്കിൽ നിങ്ങൾ പൊരുതാൻ കഴിയാതെ പോകുന്ന, അല്ലെങ്കിൽ ഇച്ഛാശക്തിയോടെ വീണ്ടും ഒരു പിറവിയിലേക്ക് വരാൻ കഴിയാതെ പോകുന്ന മനുഷ്യരെ, അവരെ സപ്പോർട്ട് ചെയ്ത് മുൻപിലേക്ക് കൊണ്ടുവരേണ്ടത് ഒരു രാഷ്ട്രത്തിന്റെ ചുമതലയാണ്. അവിടെ നിങ്ങൾ ഇപ്പം ആ കവിതയിൽ പറയുന്ന പോലെ ജലം നീരാവിയായിട്ട് പോകുമ്പോൾ പോലും അത് പെരുമഴയായിട്ട് തിരിച്ചു വരുന്നുണ്ട്. അപ്പോ മരിച്ചു പോയാലും മനുഷ്യർ വീണ്ടും പിറക്കുന്നുണ്ട്
എന്നുള്ളത് വീണ്ടും പിറക്കുന്നുണ്ട് എന്നുള്ളത് ഒരു മനുഷ്യവംശത്തിന്റെ ഒരു സാധ്യതയായിട്ടാണ് ചുള്ളിക്കാട് കാണുന്നത്. അങ്ങനെ ഒരു പക്ഷെ ഒരു ജന്മത്തിനൊരിക്കലും വീണ്ടും ഒരു ജന്മം സാധ്യമല്ല നമ്മളുടെ ഒരു മെറ്റീരിയലിസ്റ്റിക് കൺസെപ്റ്റിൽ. അങ്ങനെയെങ്കിൽ മനുഷ്യർക്ക് ആയുസ്സിനെ നഷ്ടപ്പെടുത്തി പോകാതെ വീണ്ടും ഒരു ആ, ഒരു സുന്ദരമായിട്ടുള്ള ഒരു ഒരു രാഷ്ട്രത്തിലേക്ക് എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും? ഇപ്പൊ നമ്മൾ ഒരു ആധുനിക ലോകത്തിന്റെ ഇൻഡെക്സുകൾ നമ്മൾ പരിശോധിച്ച ഈ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം 147 രാജ്യങ്ങളിൽ ഇന്ത്യ 116ാമതാണ്. ഇപ്പോ ഡെവലപ്മെന്റ് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 193 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 130ാമതാണ്. അപ്പോ നമ്മൾ സ്വാതന്ത്ര്യത്തിന്റെ 50-60 വർഷങ്ങൾക്ക് ശേഷം ഇപ്പുറമാണ് നിൽക്കുന്നത്. അപ്പൊ അവിടെ എന്തുകൊണ്ടാണ് നമ്മൾക്ക് ആദ്യത്തെ സംഖ്യകളിലേക്ക് എത്താൻ സാധിക്കാത്തത്? അതിനൊരു പക്ഷേ ഇന്ത്യ വലിയ രാജ്യമാണ്, ഒരുപാട് വലിയ ഒരു പോപ്പുലേഷന്റെ ഒരു വലിയ സംഖ്യ നമുക്കുണ്ട്, അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള സെറ്റുകളുടെ ഒരു ആകെ തുകയാണ് ഇന്ത്യ എന്നതൊന്നും നമുക്കൊരു ന്യായമായിട്ട് പറയാൻ പറ്റില്ല. കാരണം വിഭജനത്തെ തുടർന്ന് കീറി മുറിക്കപ്പെട്ട ഒരു രാജ്യത്തെയാണ് നമ്മൾ മുൻപിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചു തുടങ്ങി. നമ്മൾ എന്താണ് നമുക്ക് ഈ ഇൻഡസ്ട്രിയലായിട്ടും സാമൂഹികപരമായിട്ടും ഒക്കെ കീറി മുറിക്കപ്പെട്ട ഒരു ജനതയാണ് നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു തുടങ്ങിയത്. അവിടുന്നാണ് നമ്മൾ യാത്ര ആരംഭിച്ചത്. അവിടുന്ന് നമുക്ക് ഇന്ന് ഈ വികസിത് ഭാരത് 2047 എന്ന പ്രോജക്റ്റ് ഒക്കെ പറയാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ഈ സന്തോഷത്തിന്റെ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന മനുഷ്യരുടെ മറ്റൊരു സൂചികയായിട്ടുള്ള അല്ലെങ്കിൽ സൂചികയാകേണ്ടിയിരിക്കുന്ന ഈ ഹാപ്പിനെസ്, ഡെവലപ്മെന്റ്, ഇവിടെയൊക്കെ നമ്മൾ എന്തുകൊണ്ടാവും തോറ്റുപോവുക? അവിടെയൊക്കെ എന്തുകൊണ്ടായിരിക്കും സ്വാതന്ത്ര്യത്തിന്റെ ചവിട്ടുപടികൾ ചവിട്ടി മുൻപിലേക്ക് നമുക്ക് കടന്നു വരാൻ പറ്റാതാവുക? എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു പ്രക്രിയ വളരെ ബോധപൂർവമായി ഭരണകൂടം ഉൾപ്പെടെയുള്ളവർ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ഇത് ഇന്ത്യയിൽ മാത്രമല്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം ലോകത്തിലെ ഏതേത് രാജ്യങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഒരു കോർപ്പറേറ്റ് പൊളിറ്റിക്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ തൊഴിലിനെ കുറിച്ച് പറയാം. രാവിലെ 9 മണിക്ക് കുളിച്ചു മാറ്റി നമ്മൾ ജോലിക്ക് പോകും, നമ്മൾ പട്ടിയെ പോലെ പണിയെടുക്കും. നമ്മൾ വൈകുന്നേരം 5 മണി 5:30 മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങും. കുറെ ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തും. അത് കഴിഞ്ഞ് നമ്മളുടെ ഭക്ഷണം കഴിക്കും, പ്രാഥമിക കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഉറങ്ങണം. കാരണം നമ്മൾ ടയർഡ് ആവും. പിറ്റേ ദിവസം വീണ്ടും രാവിലെ നമ്മൾ എന്തെടുക്കും, നമ്മൾ പോകും. എല്ലാ മാസവും 5-ാം തീയതി അല്ലെങ്കിൽ 5-ാം തീയതിയുടെ തൊട്ടടുത്ത ദിവസങ്ങളിലോ ശേഷമുള്ള ദിവസങ്ങളിലോ സാലറി ക്രെഡിറ്റ് ആവും. അതിന് മുമ്പ് കുറെ EMIs ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ടാവും. ഇതൊക്കെ നമ്മളിങ്ങനെ അടച്ചു തീർക്കണം. അപ്പൊ നമുക്ക് ലീവ് ഉണ്ടാവും, ഏൺഡ് ലീവ്, സിക്ക് ലീവ്, കാഷ്വൽ ലീവ് എന്നൊക്കെ പറഞ്ഞിട്ട് ലീവുകൾ ഉണ്ടാവും. ഈ ലീവുകൾക്കനുസരിച്ച് നമ്മളുടെ പ്ലാനിങ്ങും പദ്ധതികളൊക്കെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കും. ഒരു ഞായറാഴ്ച അല്ലെങ്കിൽ ഒരു ഒഴിവു ദിവസം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് സ്വാതന്ത്ര്യം കിട്ടിയ പോലെ തന്നെ നമ്മൾ കരുതും. ഫാമിലിയുടെ കൂടെയൊക്കെ നമ്മൾ പുറത്തേക്ക് പോകും. നമ്മളുടെ ഷെഡ്യൂൾഡ് പ്രോഗ്രാംസ് ഒക്കെ അന്നേക്ക് കൊണ്ടുവരും. നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ വയ്യെങ്കിൽ പോലും നമ്മൾ ഓഫീസിലേക്ക് പോകും. കാരണം നമുക്ക് ഇൻസെന്റീവ് ഉണ്ടാവും, നമുക്ക് സാലറി ഹൈക്ക് ഉണ്ടാവും. അപ്പൊ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് നോക്കും, ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എത്തും, 10 കൊല്ലം കഴിഞ്ഞാൽ ഇവിടെ എത്തും, 20 കൊല്ലം കഴിഞ്ഞാൽ ഇവിടെ എത്തും. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് വിദേശ യാത്രകളും കുറച്ച് ബക്കറ്റ് ലിസ്റ്റ് ഒക്കെ വാങ്ങാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഒക്കെ വെക്കും. അപ്പൊ ഇങ്ങനെ നമ്മളുടെ ജീവിതത്തെ തന്നെ തൊഴിൽ, പണ്ട് നമ്മൾ പറയാറുണ്ട് ജീവിക്കാൻ വേണ്ടി തിന്നണം, തിന്നാൻ വേണ്ടി ജീവിക്കരുത്. എനിക്കതിനെതിരെ അഭിപ്രായമായിട്ടുള്ളത്. ഞാൻ തിന്നാൻ വേണ്ടിയും കൂടെയാണ് ജീവിക്കുന്നത് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ പക്ഷെ ഇന്നത് മാറി. നമ്മള് പണിയെടുക്കാൻ വേണ്ടിയാണോ ജീവിക്കുന്നത്, ജീവിക്കാൻ വേണ്ടിയാണോ പണിയെടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പണിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് കണ്ടാൽ അത് നമ്മുടെ മാറ്റർ അല്ല. കാരണം 1 മിനിറ്റ് വൈകിയാൽ, നമ്മളുടെ തമ്പ് 1 മിനിറ്റ് വെക്കുന്ന വൈകിയാൽ ബയോമെട്രിക്കില് 1 മിനിറ്റ് മൈനസ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നേരം വൈകി ലേറ്റ് ആയി കഴിച്ചാൽ നമ്മളുടെ സാലറി കട്ടാവും, അല്ലെങ്കിൽ ക്വാർട്ടർ ലീവ് പോകും. അപ്പൊ നമുക്ക് ഇടപെടാൻ പറ്റില്ല. ഒരു സമരം നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇടപെടാൻ പറ്റില്ല. നമ്മളുടെ ആകെയുള്ള ജീവിതം ഈ ബ്രേക്കിന്റെ സമയത്തോ അല്ലെങ്കിൽ നമ്മൾ മുഷിഞ്ഞിരിക്കുമ്പോഴോ നമ്മൾ കാണുന്ന റീലുകളിലും അതിലെ കമന്റുകളിലുമാണ്. അത് ഒരു മോശം കാര്യമല്ല. കാരണം ഇന്നത്തെ കാലത്ത് ഈ കെട്ടിൽ നിന്ന് നമ്മൾ മോചിതരാകുന്നത് ഇങ്ങനെയാണ്. പക്ഷെ റിയൽ വേൾഡിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നില്ല. ഇതിനെ ഒരു ജനസഞ്ചയം അല്ലെങ്കിൽ ഒരു കൂട്ടം ബ്രേക്ക് ചെയ്തപ്പോഴാണ് ഡൽഹിയിലെ മഹാസമരം സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെയായിരുന്നു എന്ന് പറയുന്ന അധികാരത്തിന്റെ ഒരു ഐക്കൺ തന്റെ സിംഹാസനത്തിൽ നിന്ന് വീണു പോകുന്നത്. അത് ഒരാളുടെ ജൻസികൾക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ ഭാഷ ഒരു തടസ്സമല്ലാതാവുന്നു. അതെ. അപ്പൊ യഥാർത്ഥത്തിൽ അവര് ചെയ്തിരുന്നത് ഈ
ഈ കോർപ്പറേറ്റ് പൊളിറ്റിക്സിനായിരുന്നു അട്ടിമറിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഭരണകൂടങ്ങളുടെ ഒക്കെ ധൈര്യം ഇങ്ങനെ ഒരു സിസ്റ്റം ഡീപ് സ്റ്റേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലാണ് ലോകക്രമം പോകുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇതിനെ നമ്മൾ മറികടന്നേ മതിയാവുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഹാപ്പിനെസ് ഇൻഡെക്സിൽ മുന്നിലേക്ക് എത്താൻ പറ്റുള്ളൂ, നമുക്ക് സ്വാതന്ത്ര്യത്തിന്റെ ഇൻഡെക്സിൽ മുന്നിലേക്ക് എത്താൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്ന ഒരു ഉപമ എന്ന് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ ലോകകപ്പിൽ എനിക്കറിയാം, ഞാനൊരു ഡൈഹാർഡ് മെസ്സി ഫാനും ഒരു കോർ അർജന്റീനൻ ഫാനുമാണ്. അപ്പോൾ ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരം എന്റെ മുന്നിലുണ്ട്. ആ മത്സരം എന്ന് പറയുന്നത് തോറ്റു എന്ന് എല്ലാവരും ഉറപ്പിച്ചു. എനിക്ക് തോന്നുന്നു അടോടിയം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തോറ്റു കാത്തിരിക്കുന്ന ഒരു വേളയായിരുന്നു. ഗോള് വരുന്നുണ്ട്. അപ്പം ഒരു ബാഴ്സലോണ ഫാനായിട്ട് പോലും ആഹ്ലാദിക്കാൻ പറ്റാത്ത ഒരു മുഹൂർത്തമായിരുന്നു. അതിനുശേഷം മെക്സിക്കോയോട് ഉള്ളതുപോലെ തന്നെ തുഷലിന്റെ സംഘം കത്രിക പൂട്ടിട്ടിട്ട് ആ ബസ് പാർക്കിംഗ് ഡിഫൻസിലേക്ക് എത്തുമ്പോൾ ലയണൽ മെസ്സി ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഒരു ട്രൈ, അത് എൻസോ ഫെർണാണ്ടസിലേക്ക് എത്തുന്നു, ഗോളാവുന്നു. വീണ്ടും ഒരു ട്രൈ, ബാക്ക് ടു ബാക്ക് ഗോളിലേക്ക് ലൗതാറോ മാർട്ടിനസിന്റെ ഗോളാവുന്നു. അപ്പൊ ഞാൻ പറയുന്നത് ഈ അസ്വാതന്ത്ര്യത്തിൽ നിന്ന് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് വിചാരിച്ച് വിധി എഴുതിയ അസ്വാതന്ത്ര്യത്തിൽ നിന്നായിരുന്നു ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ട്രൈ ഔട്ട് നടക്കുന്നത്. അതിലൊരു പന്ത് അത് ഗോളാകുന്നു, അടുത്ത പന്ത് ഗോളാകുന്നു, അത് വിജയത്തിലേക്ക് എത്തുന്നു. അപ്പൊ ആക്ച്വലി നമ്മളുടെ ജീവിതത്തെയും ഈ അസ്വാതന്ത്ര്യത്തിന്റെ മതിലുകൾ, അതിലൊരു പിഴവുണ്ടാകും, അതിലൊരു പഴുതുണ്ടാകും. ഈ കണ്ണിയിൽ എവിടെയോ ഒന്നിൽ ഒരു ചെറിയ ദുർബലമായ കണ്ണി ഉണ്ടാകും. അതിനെ നമ്മൾ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളുള്ള കാലത്ത് നമുക്ക് സ്വാതന്ത്ര്യം കണ്ടെത്താൻ പറ്റും. ഇങ്ങനെ നമുക്ക് സ്വാതന്ത്ര്യത്തെ തിരിച്ചു പിടിക്കാനേ ഈ കാലത്ത് വകയുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ തിരിച്ചു പിടിച്ചാലുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഷീറ്റ് കൊട്ടാരം പോലെ തകരും. അത് നമ്മൾ ഡൽഹിയിൽ കണ്ടു. അതൊരു ഈ കമ്പനിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഈ കമ്പനിയിൽ കൃത്യമായിട്ടുള്ള സിസ്റ്റം ഉണ്ടാകും. പക്ഷെ അതിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന നിമിഷം തൊട്ട് ആ സിസ്റ്റം ഇല്ലാതാവുകയാണ്. കാരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അറിയാമായിരുന്നു ഇന്ത്യയുടെ റെസിസ്റ്റൻസ് ഏതൊക്കെ തരത്തിൽ ആവുമെന്ന്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. കാരണം നാട്ടുരാജ്യങ്ങൾ അവർ സംഘടിതരല്ല, അവർക്ക് സംഘടിതമായ ഒരു ആയുധ ശക്തി അവർക്കില്ല, അവരുടെ കയ്യിലുള്ള ആയുധത്തിന്റെ ശേഷി എത്രത്തോളമാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അങ്ങനെ ഇന്ത്യയുടെ തിരിച്ചടി എന്തുമാത്രമാകുമെന്നും ഏത് തോതിലാണെന്നും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ധാരണയുണ്ടായിരുന്നു. അതിനെ പൊളിച്ചുകൊണ്ടാണ് ഗാന്ധി നിങ്ങൾ പട്ടിണി കടന്നുകൊണ്ട് ഒരു സമരത്തിന്റെ ചങ്ങലകളെ പൊട്ടിച്ചുകൊണ്ടൊരു സ്വാതന്ത്ര്യം പറയുന്നുണ്ട്. നിങ്ങൾ അതായത് തോക്കിൻ മുനയെ ഭയന്ന് നിൽക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പിലേക്ക് ഗാന്ധി നിറവയറുമായിട്ട് സമരത്തിനിരിക്കുകയാണ്. അത് എല്ലാവിധ സമരത്തിന്റെ സാധ്യതകളെയും അതിലംഘിച്ചുകൊണ്ട് ഞാൻ പട്ടിണി കിടക്കുമ്പോൾ ഞാൻ നിന്നോട് സമരം ചെയ്യുകയാണ്. അത് എന്റെ സ്വാതന്ത്ര്യമാണ്, എന്റെ ആഹാരം അല്ലെങ്കിൽ എന്റെ ശരീരം അതെന്റെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് അന്ന് വരെ ഉണ്ടായിരുന്ന സമര രീതികളെ തകർത്തുകൊണ്ട് ഗാന്ധി പറയുകയാണ്, ആഹ്വാനം ചെയ്യുകയാണ്, കടൽ തീരത്തെ ഉപ്പ് കുറുക്കിക്കൊണ്ട് നമുക്ക് സമരം ചെയ്യാം. അങ്ങനെ എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള ആ ഒരു പ്രശ്നം, അതിനെ നേരിട്ട് കൊണ്ട് നിങ്ങൾക്ക് സാധ്യമായതിന്റെ അതിർത്തികളെ ഇല്ലാതാക്കുക. അങ്ങനെ പോരാട്ടത്തിന് വേണ്ടി ഒരു സ്വാതന്ത്ര്യത്തിന്റെ വഴി തുറക്കുക. അപ്പൊ ഇപ്പോഴത്തെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭഗത് സിംഗ് ആയിക്കോട്ടെ, അയാൾ യുവാക്കളെ എങ്ങനെയാണ് അയാൾ തന്റെ അടുത്തേക്ക് ചേർത്ത് വെക്കുന്നത്? ധൈര്യത്തിന്റെ ഒരു വലിയ സ്വാതന്ത്ര്യം പകർന്നു കൊടുക്കുന്നുണ്ട്. ജന്മനാടിന് വേണ്ടി ജീവൻ നൽകുന്നത് അത് ഒരു വെറുതെ ആയി പോവില്ല. ധൈര്യം എന്നുള്ളത് സ്വാതന്ത്ര്യത്തിന്റെ ഒരു മറുപുറമാണ്. നിങ്ങൾ സ്വാതന്ത്ര്യം നിങ്ങൾ സ്വതന്ത്രനായ ഒരു വ്യക്തി ആവണമെങ്കിൽ നിങ്ങൾക്ക് അപാരമായ ധൈര്യം വേണം. ധൈര്യമില്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും സ്വതന്ത്രനാവാൻ പറ്റില്ല, അല്ലേ? അതെ, മാത്രമല്ല ഇത് എക്സെപ്ഷണലും കൂടിയാണ്. ഇപ്പോ അർജന്റീനയുടെ ഉദാഹരണം പറയുമ്പോൾ ഒരിക്കലും ഏരിയൽ ബോളുകൾ ഞങ്ങളെക്കാളും സുപ്രമസി അർജന്റീനയ്ക്ക് ഇല്ലാന്ന് ഇംഗ്ലണ്ട് വിചാരിച്ചു. എല്ലാവരും ഒരു ആവറേജ് ഹൈറ്റിലും താഴെ ഹൈറ്റുള്ള ആളുകളാണ്. അവിടെയാണ് ഏരിയൽ ബോളിലൂടെ ലൗതാറോയുടെ ഗോള് സംഭവിക്കുന്നത്. ഇതേ കാര്യം ഗാന്ധിയുടെ കാര്യത്തിലുണ്ട്. ഇവരൊരിക്കലും ഇങ്ങനെ ഒരാൾ സമരം ചെയ്യും, ആ സമരത്തിൽ ഞങ്ങൾ തോറ്റുപോകും എന്ന് വിചാരിക്കുന്നില്ല. ആ എക്സെപ്ഷണലായി. ഇപ്പൊ സുന്ദർലാൽ ബഹുഗുണയുടെ ചിപ്കോ മൂവ്മെന്റ് നമുക്ക് ഓർമ്മയുണ്ട്. ഇങ്ങനെ ഒരു സമരം മരത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എങ്ങനെയാണ്, ചെറുത്ത് പിടിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു സമരം ചെയ്യുന്നത്? ഞങ്ങളുടെ മുന്നിൽ ആയുധമുണ്ട്, ഞങ്ങളുടെ മുന്നിൽ പണമുണ്ട്, ഞങ്ങളുടെ മുന്നിൽ അധികാരമുണ്ട്, ഞങ്ങൾ എന്തും ചെയ്യും, ഞങ്ങൾ ഇത് ചെയ്ത് നിങ്ങളെ തോൽപ്പിക്കും, നിങ്ങൾ ഞങ്ങളുടെ കണ്ണിലെ കരട് പോലുമല്ല. ഇങ്ങനെയായിരുന്നില്ലേ ഡൽഹിയിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നത്? അപ്പൊ
നമ്മൾ അനുഭവിക്കുന്ന അതെ, അതായത് അറസ്റ്റ് ചെയ്യാൻ വന്ന സേനയുടെ മുന്നില് ദേശീയഗാനം പാടി ആലപിച്ച് അവർ വെറുതെ നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ലോകത്തിൽ ഇതുവരെ മനുഷ്യരങ്ങനെ ഇതുവരെ നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് എങ്ങനെയാണ് അവർ നേരിടുന്നത്? മാത്രമല്ല ഈ മനുഷ്യ ബന്ധങ്ങളിലേക്ക് അവർ വിരൽ ചൂടുന്നുണ്ട്. അതായത് അവർ നടുക്കളത്തിൽ നിന്നുകൊണ്ട് അവര് ആക്രോശിച്ച മാധ്യമപ്രവർത്തകനോട് അവർ വീണ്ടും വന്ന് ക്ഷമ പറയുന്നുണ്ട്. നിങ്ങളോടല്ല. അത് ലോകത്തിൽ ഇന്ന് വരെ അങ്ങനെ സമരം ചെയ്ത മനുഷ്യർ അങ്ങനെ ക്ഷമ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അത് നിങ്ങളോടല്ല, വ്യക്തിപരമായി നിങ്ങളോടല്ല ഞങ്ങൾക്ക് പ്രശ്നമുള്ളത്. നിങ്ങൾ പിന്തുണയ്ക്കുന്ന ഒരു സിസ്റ്റത്തിനോടാണ് ഞങ്ങൾക്ക് പ്രശ്നം. അപ്പൊ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുമെന്ന് ഒരു തലമുറ പറയുകയാണ്. ഏത് തലമുറ? സദാ മൊബൈലിന് അടിമയാണെന്നും ടെക്നോളജിക്ക് അടിമയാണെന്നും നമ്മൾ കുത്തുവാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ അവരെല്ലാത്തിനെയും അതിലംഘിക്കുകയാണ്, അല്ലേ? അതെ അതെ, തീർച്ചയായും. അപ്പോ ഇത് നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മൾ കന്യമാണ് എന്ന് നമ്മൾ കരുതുന്ന സ്വാതന്ത്ര്യത്തിന് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അത് നമ്മളുടെ റിലേഷൻഷിപ്പുകളിലാണെങ്കിലും ശരി, നമ്മളുടെ കുടുംബ പശ്ചാത്തലത്തിലാണെങ്കിലും ശരി, നമ്മൾ ഇടപെടുന്ന മേഖലകളിലാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ഈ ചിന്താ പദ്ധതി നമ്മൾ കൊണ്ടുവരികയും അതിനനുസരിച്ച് നമ്മൾ സ്വയം ഒരു മെസ്സിയോ, നമ്മൾ സ്വയം ഒരു ഗാന്ധിയോ, അല്ലെങ്കിൽ നമ്മൾ സ്വയം ഒരു ബഹുഗുണയോ ഒക്കെ ആവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കും ആ സ്വാതന്ത്ര്യത്തിന്റെ മാധുര്യം അനുഭവിക്കാൻ വേണ്ടി പറ്റും. അല്ലാതെ നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളിൽ പഠിക്കുന്ന ഒരു ക്ലാസിക് ലിബർട്ടി, അതിലേക്കുള്ള യാത്രയാണ് ഇത് എന്ന തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അല്ലാതെ ഇതെല്ലാം പൂർത്തിയായതിനു ശേഷം ഞാൻ സ്വാതന്ത്ര്യത്തിലുള്ള ജീവിതം ജീവിക്കുന്നു പറയുമ്പോൾ ജീവിതം അങ്ങനെ തീർന്നു പോവുകയും ചെയ്യുകയുള്ളൂ. സത്യം. അത് നമ്മുടെ മീഡിയ വണ്ണിലെ നിഷാദ് റാവുത്തർ ലാലേട്ടനെ പറ്റി പറയുന്നുണ്ട്. ഭാരശൂന്യം എന്നുള്ള വാക്ക് അതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് വീഡിയോയിലൊക്കെ കാണുന്നുണ്ട് ലാലേട്ടൻ ഈ പ്രണവ് മോഹൻലാലിന്റെയും വിസ്മയെ പറ്റിയൊക്കെ പറയുന്നത് അദ്ദേഹം, അയാൾ, അവരെന്നൊക്കെയാണ്. നോക്കൂ, മോഹൻലാലിന്റെ മകനാണ് പ്രണവ് മോഹൻലാൽ. അപ്പോ അയാൾ എവിടെയോ ആണ്, അയാൾ സഞ്ചരിക്കുകയാണ്, അദ്ദേഹം എന്നൊക്കെ പറഞ്ഞു കളയുന്നുണ്ട്. നിഷാദ് അതിന് വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതിനകത്ത് അദ്ദേഹം നിഷാദ് പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, അച്ഛനാണെന്നുള്ള ഭാരം ഒരിക്കലും തോന്നാതെ, എന്നാൽ അച്ഛനാണ് എന്നതിന്റെ അപാരമായ സ്നേഹം ഉപയോഗിച്ചുകൊണ്ട് ഒരേ സമയം അച്ഛനായിരിക്കുക എന്നുള്ളത്. ഇപ്പൊ വിസ്മയക്കെതിരെ ഈ അനാവശ്യമായ ചോദ്യം മാധ്യമപ്രവർത്തകരും അവിടെ ഇരിക്കുന്നവരും ഒക്കെ ഇത് ഡിജിറ്റൽ മീഡിയ ആളുകളൊക്കെ ചോദിക്കുമ്പോ അച്ഛന്റെ അധികാരം എടുത്തുകൊണ്ട് അത് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റേ വിസ്മയുടെ ഒപ്പീനിയനെ പറ്റി മോഹൻലാലിനോട് ചോദിക്കുമ്പോൾ അത് അവരുടെ അഭിപ്രായമാണ്, നിങ്ങൾ അവരോട് ചോദിക്കൂ എന്ന് പറയുന്നത് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ്, അല്ലേ? അത് ഞാൻ, അതായത് ഒരു പിതാവ് എന്ന നിലയിൽ, ഒരു ഭർത്താവ് എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു മകൻ എന്ന നിലയിൽ, ഒരു ജ്യേഷ്ഠൻ എന്ന നിലയിൽ നമ്മൾ പൊതുവെ സമൂഹത്തിന്റെ ഒരു നാഗരികതയുടെ മുന്നോട്ടുള്ള പ്രയാണം നമ്മൾ നോക്കുമ്പോൾ ഒരു ആണധികാരത്തിന്റെ ഒരു തരത്തിലുള്ള ചേഷ്ടകളും ഇല്ലാതെ വളരെ മനോഹരമായിട്ട് മോഹൻലാൽ ഒരു പിതാവായി അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് നമ്മൾ വാസ്തവത്തിൽ അത് ഭയങ്കര നമുക്കൊരു ഒരു മെറ്റൽ ഓഫ് സ്റ്റഡിയാണ്. കാരണം അതായത് ഒരു മനുഷ്യനെ നമുക്കൊരു മെറ്റലായിട്ട് നമ്മൾ കണക്കിലെടുത്തു കഴിഞ്ഞാൽ അടിച്ചും പാകപ്പെടുത്തിയും മുന്നോട്ട് തന്നെ ഇനിയും നമ്മളെ പെരുമാറിക്കഴിഞ്ഞാൽ പാകപ്പെടാൻ സാധ്യതയുള്ള ഒരുപാട് ഉള്ളിലെ മൂല്യങ്ങളും ഒക്കെയുള്ള ഒരു മനുഷ്യനായിട്ട് ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് വി ആർ ലൈക്ക് എ മെറ്റൽ സോ ദാറ്റ് വി ക്യാൻ ഇംപ്രൂവ് മോർ, റൈറ്റ്? തീർച്ചയായും. അല്ല, ഈ കാര്യം ഉണ്ടല്ലോ, ഇപ്പോ അടോടി പറഞ്ഞ, ഈ നിഷാദ് പറഞ്ഞു എന്ന് പറഞ്ഞ ഇത് ശരിക്കും എല്ലാ മനുഷ്യരും ഇരുന്ന് ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ മനുഷ്യനെ ഇരുത്തി ചിന്തിക്കുന്ന ഒന്നാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ പാർട്ട്ണറോട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഓരോ കുടുംബകാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു പോകുന്ന സമയത്ത്. അപ്പൊ നമ്മളുടെ ഒരു കൾച്ചർ ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് ദുഃഖങ്ങളുടെ, അല്ലെങ്കിൽ ഒരുപാട് സംഘർഷങ്ങളുടെ, പ്രശ്നങ്ങളുടെ, ഈ പറഞ്ഞ അസ്വാതന്ത്ര്യം സൃഷ്ടിക്കുന്ന ഇടങ്ങളുടെ ഒക്കെ സോൾ എന്ന് പറയുന്നത് ഇതാണ് എന്ന് എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. കാര്യം ഇതാണ്, നമ്മള് ഇപ്പൊ നോക്കൂ, ഇപ്പൊ ഞാൻ എൻ്റെ പിതാവിനെ ഞാൻ ഒരിക്കലും പേര് പറയില്ല. ഞാൻ അതിനെ ബഹുമാനപൂർവ്വം മറ്റെന്തെങ്കിലും ഒരു കൊണോട്ടേഷൻ കൂട്ടിയിട്ടാണ് പറയാം. നമ്മളെക്കാൾ മുതിർന്ന ഒരാളെ നമ്മള് ചേട്ടാന്നോ അല്ലെങ്കിൽ കാക്ക എന്നോ, അല്ലെങ്കിൽ ഈ പേരിന്റെ കൂടെ എന്തെങ്കിലും ഒരു വാക്ക് വരും, നിങ്ങൾ എന്നൊക്കെ നമ്മൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. പക്ഷെ ഇനിയിപ്പോ തിരിച്ച് നമ്മളൊരു ദൈവവിശ്വാസിയാണെങ്കിൽ ദൈവത്തിനെ നമ്മൾ എങ്ങനെയാ അഭിസംബോധന ചെയ്യാറ്? ദൈവത്തിനെ ദൈവമേ നിങ്ങൾ എനിക്ക് ഇത് തരണം, നീ എന്നൊക്കെ വിളിച്ചോളെ നമ്മള്, നീ എന്തുകൊണ്ടാണ് എനിക്ക് തരാൻ എന്നൊക്കെ വിളിക്കും, നീ എന്നാണ്. അപ്പൊ ദൈവത്തിനും
മുകളിലല്ലല്ലോ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ദൈവത്തിന് മുകളിലല്ല മറ്റും ദൈവത്തിന് നീ എന്ന വളരെ സ്വതന്ത്രമായിട്ട് നമ്മൾ വിളിക്കും. ഇപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റുവിന് നമ്മൾ നെഹ്റു എന്നാ പറയാ, നെഹ്റു എന്നല്ല പറയാ, അല്ലെങ്കിൽ നെഹ്റുവേട്ടൻ എന്നല്ല പറയാ, അത് പറഞ്ഞാൽ അത് കളിയാക്കലാണ്. അപ്പൊ ഇത് പക്ഷെ തിരിച്ചു ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്ക് നമ്മളുടെ പ്രധാനമന്ത്രിയെ ജി കൂട്ടാതെ പറയാൻ പറ്റില്ല. ജി കൂട്ടാതെ പറഞ്ഞാൽ അത് നമ്മൾ ചെയ്യുന്ന തെറ്റാണ്. ഇപ്പം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പോലും പേര് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് സൈബർ കൂട്ടങ്ങൾ ആക്രമണം അഴിച്ചു വിടുകയാണ്. അതായത് പേര് പറഞ്ഞത് തെറ്റ്. പേരിന്റെ കൂടെ ഒന്നെങ്കിൽ മുൻപുള്ള കാര്യമോ ശേഷമുള്ള കാര്യമോ പറയണം. അതല്ലെങ്കിൽ രാഷ്ട്രപിതാവിനെ നമ്മൾ ഗാന്ധി എന്നാണ് പറയുന്നത്. ഗാന്ധി എന്നാണ് പറയുക. അല്ലെങ്കിൽ അയാൾ ഈ ബഹുമാനപ്പെട്ട എന്ന് പറയണം. ഈ ബഹുമാനത്തിന്റെ സങ്കേതങ്ങൾ പേരിന്റെ ചുറ്റും അല്ലെങ്കിൽ വ്യക്തിയുടെ നാമത്തിന് ചുറ്റും ഒരു അലങ്കാരം പോലെ ആലഭാരം പോലെ വെച്ച് കെട്ടി നെറ്റിപ്പട്ടം ഉള്ള ആന എഴുന്നള്ളിക്കുന്ന പോലെ എഴുന്നള്ളിച്ച് ഓച്ചാനിച്ച് നിൽക്കണം എന്നുള്ള ഒരു ചിന്താ പദ്ധതി ഉണ്ടല്ലോ. ഇത് കുടുംബത്തിൽ നിന്ന് വരുന്നതാ, ഇത് സമൂഹം നമ്മൾക്ക് ഇങ്ങനെ പകർന്നു തരുന്നതാ. ഇത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ ബോസാണ്, സാറാണ്. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഉള്ളിൽ ഒരു ബഹുമാനം, ഒരു ഭയം ഉണ്ടാകും അയാളെ നേരിടാൻ, അയാളോട് നേർക്ക് നേരെന്ന് സംസാരിക്കാൻ. വീട്ടിലാണെങ്കിൽ അവിടെ ചില ബിംബങ്ങൾ ഉണ്ടാവും. ഇനി ഭാര്യാഭർത്തൃ ബന്ധമാണെങ്കിൽ അവിടെയും ഈ പാർട്ട്നേഴ്സ് തമ്മിൽ ഈ ഒരു കൊടുക്കൽ വാങ്ങലുണ്ടാവും. പക്ഷെ ഇത് പുറത്തേക്ക് പോയാൽ, ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് ഉള്ള രാജ്യങ്ങളിലേക്ക് പോയാൽ ഇവരെങ്ങനെയാ മനുഷ്യരെ അഭിസംബോധന ചെയ്യും? ഇംഗ്ലീഷില് യുവേ ഉള്ളൂ, YOU. അതിൽ യു ഒക്കെ ഇല്ല, യു ചേട്ടൻ ഇല്ല, യു മാത്രമേ ഉള്ളൂ. പേരെ വിളിക്കാം, ജോൺ എന്നാ വിളിക്കാം, മിസ്റ്റർ പ്രസിഡന്റ് എന്നാ വിളിക്കാം. അപ്പൊ ഇത് നമ്മൾ അറിയാതെ ജാതി ഒപ്പം കൂടിയ സമയത്ത് നമ്മളിലേക്ക് കടന്നു കയറിയ ഒന്നാണ്. അതിൽ മനുസ്മൃതിയുടെ വാക്യപത്രങ്ങളുണ്ട്, ജാതി അടയാളങ്ങളുണ്ട്, സമൂഹത്തിലെ ശ്രേണീകൃതമായിട്ടുള്ള അസമത്വമുണ്ട്. അംബേദ്കർ ഒക്കെ പറയുന്ന പോലെ സ്ട്രക്ചേർഡ് ഇൻഇക്വാലിറ്റി വരുന്നുണ്ട്. അതില് മതത്തിന്റെ ഒരുപാട് ഘടനകളുണ്ട്. അടിച്ചേൽപ്പിക്കപ്പെട്ട തെറ്റായ മൂല്യങ്ങൾ തന്നെ നമ്മൾ പറയണം. അതായത് അനിവാര്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള, ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മളെ വളരെയധികം ചീത്ത വിളിക്കുകയും നമ്മളുടെ തിന്മ മാത്രം ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരാളെ നമ്മൾ അയാളുടെ പ്രായം മാത്രം കണക്കിലെടുത്തുകൊണ്ട് അയാളെ റെസ്പെക്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ അതിനകത്തൊരു വൈരുദ്ധ്യമുണ്ട്. നമ്മൾ എങ്ങനെയാണ് അയാളെ കാണുന്നത്, അല്ലേ? അതെ. മാത്രല്ല ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ എന്റെ അച്ഛൻ അല്ലെങ്കിൽ ഒരാളുടെ അച്ഛൻ, അയാളുടെ അമ്മ, ആരും ആവട്ടെ, അല്ലെങ്കിൽ അയാളുടെ ചേട്ടൻ, ഇവര് അക്രമം മാത്രമേ ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ അവര് ചെയ്ത ഒരു ആക്ട്, ഒരു പ്രവൃത്തി തെറ്റാണ്, അല്ലെങ്കിൽ അസംഖ്യം പ്രവൃത്തികൾ തെറ്റാണ്. അപ്പോ നമ്മൾ ഇയാളാണ് പിതാവാണ്, അല്ലെങ്കിൽ ഇന്നയാളാണ് ചേട്ടനാണ്, ഭർത്താവാണ്, ഭാര്യയാണ് എന്ന് വിചാരിച്ച് നമ്മൾ മൗനം അവലംബിക്കണം എന്ന് പറയുന്നതിലെ ശരി എവിടെയാണ്? എന്റെ അധ്യാപകനാണ്, അല്ലെങ്കിൽ എന്റെ ജോലി സ്ഥലത്തെ എന്റെ ബോസാണ്, എന്റെ സ്ഥാപനത്തിന്റെ മേലധികാരിയാണ്, എന്റെ ഭരണകൂടത്തെ എന്നെ ഭരിക്കുന്ന എന്റെ മന്ത്രിയാണ്, അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റ് ആണ്. അതുകൊണ്ട് അയാൾ ചെയ്യുന്ന എല്ലാ തെറ്റിനെയും നമ്മൾ എൻഡോസ് ചെയ്യണം. അയാളോട് പഞ്ചഭുജം അടക്കിക്കൊണ്ട് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. അയാളെ എതിർക്കാൻ പാടില്ല. അങ്ങനെ എതിർത്താൽ നിന്നയാണ്. ഇത് പുരോഹിതനാവട്ടെ. ഇതുകൊണ്ടല്ലേ ഈ സ്വാതന്ത്ര്യത്തിന്റെയും അസ്വാതന്ത്ര്യത്തിന്റെയും ഇടയിലുള്ള പെരും മതിൽ കെട്ടുന്നത് എന്ന. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ജനഗണമന പാടും, വന്ദേമാതരവും നമ്മൾ പഠിക്കും. അത് അടിച്ചേൽപ്പിക്കുകയോ അല്ലെങ്കിൽ അത് വന്ദേമാതരം അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പാകിസ്ഥാൻകാരനാകുമോ എന്നുള്ളൊരു സാധ്യത അവിടെ ഇല്ല. നമ്മൾ ജനഗണമന ഇപ്പൊ സ്കൂളിൽ വിടുമ്പോ ജനഗണമന പാടുന്നു, നമ്മൾ ആദരവോടെ അതിനെ സ്വീകരിക്കുന്നു, പോകുന്നു. ഒരുപക്ഷെ കുട്ടിയായിരിക്കുമ്പോൾ നമുക്ക് അത്രയും ആഴത്തിൽ അതിനെ മനസ്സിലാക്കാൻ സാധിക്കണമായിരുന്നില്ല. പക്ഷെ പിന്നീട് നമ്മൾ അതിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം വന്ദേമാതരം എന്താണെന്നും അത് എങ്ങനെയാണ് അതിനെ സ്വീകരിക്കേണ്ടത് നമ്മളറിയാം. പക്ഷെ നിങ്ങൾ വന്ദേമാതരം അറിഞ്ഞില്ല എങ്കിൽ, അതിനെ മനസ്സിലാക്കിയില്ല എങ്കിൽ നിങ്ങൾ ഇന്ത്യക്കാരനാകുന്നില്ല എന്നുള്ള ആ ഒരു സാധനത്തിൽ എവിടെയാണ് നമ്മുടെ സ്വാതന്ത്ര്യം? തീർച്ചയായും ദേശീയ ഗാനം പോലും അങ്ങനെയാണ്. നമ്മൾ ടാഗോറിനെ ഇടക്കിടക്ക് തോന്നുന്ന ഒരു കാര്യം, ഒരു തവണയെങ്കിലും ഒരു ഒറ്റമൂലി നമ്മൾ നിർദ്ദേശിക്കൂ എന്നൊരു ഡോക്ടറോട് പറയുന്ന പോലെ, എല്ലാ അസുഖത്തിനും ഒരു ഒറ്റമൂലി നിർദ്ദേശിക്കൂ എന്ന് പറയുമ്പോൾ വീട്ടിലെപ്പോഴും ഒരു ഡോളോ ഉണ്ടാവണം എന്ന് പറയുന്ന പോലെ, ഈ അസ്വാതന്ത്ര്യത്തിന്റെ വാഹകരോട്, ഈ അസഹിഷ്ണുതയുടെ വാഹകരോട് ഒരു ഒറ്റമൂലിയെ കുറിച്ചാണ് പറയാനുള്ളത്. ആ ഒറ്റമൂലി നിങ്ങൾ ടാഗോറിനൊന്ന് വായിക്കുക. ചുമ്മാ ഒഴിവിട്ടുമ്പോൾ രവീന്ദ്രനാഥ് ടാഗോറിനെ വായിക്കുക. ടാഗോറിന്റെ പക്ഷിക്കൂട് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. അതെ,
പക്ഷിക്കൂട് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. അദ്ദേഹത്തിന്റെ ഓൺ നാഷണാലിസം, എനിക്ക് തോന്നുന്നു സുനിൽ മാഷ പോലെയുള്ള ആളുകളൊക്കെ ഒരുപാട് മലയാളികളോട് പറഞ്ഞ ഒരു കാര്യമാണ് ഓൺ നാഷണാലിസം, ദേശീയതയെ കുറിച്ച്. എന്നിട്ട് ടാഗോർ ഒരു കുഞ്ഞു ലേഖനമാണ്, എന്റെ കയ്യിൽ എന്റെ പുസ്തകം ഇരിപ്പുണ്ട്, ചെറിയ ലേഖനം. ആ ലേഖനത്തിൽ ടാഗോർ പറയുന്നുണ്ട്, അതായത് ഈ ദേശീയ ഗാനം എന്ന് പറയുന്നത് ഞാന് ദേശീയ ഗാനമായിട്ട് എഴുതിയതല്ല. ഇതിനെ ദേശീയ ഗാനത്തെ കുറിച്ച്, ദേശീയ ഗീതത്തെ, വന്ദേമാരത്തെ കുറിച്ച് അല്ല പറയുന്നത്, ജനഗണമനയെ കുറിച്ചാണ് പറയുന്നത്. ഇതാക്കുന്നതിനോട് എനിക്കൊരു വിയോജിപ്പില്ല. എന്നിട്ട് അദ്ദേഹം ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പാട്രിയോട്ടിസം എന്ന് പറയുന്നത്, ദേശഭക്തി എന്ന് പറയുന്നത് എന്റെ ഇടമേ അല്ല, ഞാൻ മാനവികതയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ അതായത് നിങ്ങൾ നിർഭയമായ ശിരസും മനസ്സും ഒക്കെയുള്ള ഒരു 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 ആത്മീയ ഇടത്തിലേക്ക് എന്നെയും എന്റെ നാടിനെയും നയിക്കണമേ എന്ന് പറയുമ്പോൾ അവിടെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പിൻ പോയിന്റ് ചെയ്ത ഒരു ദൈവം ഇവരെല്ലാം നയിക്കുമെന്നുള്ള ആശയം അല്ല ടാഗോർ പറയുന്നത്. അതിന് ഒരു കളക്റ്റീവ് ഹ്യൂമാനിറ്റി അവിടെയുണ്ട്. അതായത് ഒരു കളക്റ്റീവ് സ്പിരിച്വൽ പോയിന്റിൽ എത്തുകയാണ്. അവിടെ അയാൾ ആത്മാവിനെ തൊട്ടാണ് പറയുന്നത്. അവിടേക്ക് നമുക്ക് സഞ്ചരിക്കാം എന്ന് പറയുമ്പോൾ നമ്മളുടെയൊക്കെ ടിപ്പിക്കൽ ഗോഡ് കൺസെപ്റ്റില് ഒരു ദൈവം ഇരിക്കുന്നു, ആ ദൈവം ഒരു നന്മയെ തിരിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ ദൈവം ഇങ്ങനെ ഈ ഒരു ബോക്സ് തുറന്ന് കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ട് കൊടുക്കുന്നു, അങ്ങനെ ഒരു കൺസെപ്റ്റിലല്ല ടാഗോർ അതിനെ പറയുന്നത്. അതിനൊരു കളക്റ്റീവ് ഹ്യൂമാനിസം ഉണ്ട്, അതിനൊരു സ്പിരിച്വൽ പോയിന്റ് ഉണ്ട്. അതായത് നിങ്ങൾ മറ്റൊരാൾക്ക് നന്മ ചെയ്യുമ്പോൾ നിങ്ങളും അയാളും ഇമാൻസിപ്പേറ്റ് ചെയ്യപ്പെടുകയാണ്. അവിടെയാണ് അയാൾക്ക് ഇപ്പോ ബീഫ് കയ്യിൽ വെച്ചതിന്റെ പേരിൽ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടോ എന്ന് തോന്നാതെ നിർഭയമായി ഒരു റംസാൻ കാലത്ത് ഒരാൾക്ക് ബീഫുമായി ഇന്ത്യയുടെ ഗ്രാമങ്ങളിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് നിർഭയമായ ഒരു ശിരസും മനസ്സും, അല്ലേ? തീർച്ചയായും അതെ. അങ്ങനെ നമ്മൾ ടാഗോറിനെ വായിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ദേശീയ ഗാനമാവട്ടെ, ദേശീയ ഗീതമാവട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് എൻഡോസ് ചെയ്യാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കില്ല. ആൻഡ് ഇതിന്റെ ഒരു മറുപുറം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു മനുഷ്യൻ സ്വതവേ ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, നമ്മുടെ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ, നമ്മൾ കുട്ടിക്കാലത്ത് ഇഷ്ടപ്പെട്ട് അസംബ്ലി ലൈൻ നിന്നിട്ടുണ്ടായിരുന്നു സ്വാതന്ത്ര്യ ദിനത്തിൽ. എനിക്ക് തോന്നുന്നു ഇഷ്ടപ്പെട്ട് അസംബ്ലി ലൈനിൽ നിന്നിട്ടുള്ള ചുരുക്കം അസംബ്ലി ലൈനുകളിലൊന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ അന്ന് നിൽക്കുന്ന അസംബ്ലി ലൈനാണ്. സൂര്യൻ ഇങ്ങനെ തലന്റെ മുകളിൽ കത്തിച്ചൊരിച്ച് നിൽക്കുമ്പോഴും നമ്മള് ആ ഫ്ലാഗ് ഹോസ്റ്റിംഗ് ചടങ്ങ് വലിയ കൗതുകത്തോടു കൂടെ നോക്കി കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഇടനെഞ്ചിലേക്ക് നമ്മളുടെ രാജ്യത്തിനെ കൊണ്ടുവരാൻ പറ്റുമോ? നമ്മള് ആ പായസത്തിന്റെ മധുരമൊക്കെ നമ്മൾ എത്ര മാധുര്യത്തോടു കൂടിയായിരുന്നു കുടിച്ചിട്ടുണ്ട്, ഇന്നും അത് നമ്മളുടെ ചുണ്ടിലുണ്ട്. അപ്പം അങ്ങനെ ആ രീതിയിലേക്ക് നമ്മളുടെ രാജ്യത്തോടുള്ള സ്നേഹത്തെയും നമ്മളുടെ പ്രതീകാത്മകമായ അടയാളങ്ങളോടുള്ള സ്നേഹമൊക്കെ മാറിയിട്ടില്ല എങ്കിൽ അത് നമ്മളെ കാത്തിരിക്കുന്നത് വലിയ വലിയ വിപത്താണ്. ഒരുപക്ഷെ നിരന്തര സമരങ്ങളിലേക്ക്, അല്ലെങ്കിൽ തോറ്റുപോയ മനുഷ്യരുടെ ഏകീകരിച്ചുകൊണ്ടുള്ള വൺ ലാസ്റ്റ് ഡാൻസ് എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന അവസാനത്തെ ഒരു പ്രതീകാത്മകമായ പ്രഖ്യാപനങ്ങളിലേക്കൊക്കെ നമുക്ക് ചിലപ്പോൾ വിദൂരതയിൽ കടന്നു ചെല്ലേണ്ടതായിട്ട് വരും. കാരണം അതെ, നമ്മള് ഒരു 20 വർഷങ്ങൾക്കപ്പുറം ഒരു സ്വാതന്ത്ര്യത്തിന്റെ 100 വർഷങ്ങൾ നമ്മൾ ആഘോഷിക്കുമ്പോ ആ യാത്രയിലേക്ക് നമ്മുടെ തലയ്ക്ക് മേലെ യൂണിഫോം സിവിൽ കോഡിന്റെ വാള് നിൽപ്പുണ്ട്. ഒരു ജനതയുടെ സ്വാതന്ത്ര്യത്തിന് തലയ്ക്ക് മേലെ ഒരേ ഭാഷ അല്ലെങ്കിൽ ഒരേ രാജ്യം. അപ്പൊ ഈ ഒന്ന് എന്ന് പറയുന്നത് ഏതാണ്? ഒരു ഭാഷ എന്ന് പറയുമ്പോൾ ഏത് ഭാഷയാണ്? മറ്റനേകം മനുഷ്യരുടെ ഭാഷകൾ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം എവിടെയാകുന്നു? ഒരു സംസ്കാരം എന്ന് പറയുമ്പോൾ കലർപ്പുകൾ നിറഞ്ഞ ഒരു സംസ്കാരത്തിന്റെ ഉടമകളായ മനുഷ്യരുടെ അവരുടെ തനത് സംസ്കാരം എവിടെയാണ്? അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മളെ ബാധിക്കും. അപ്പോ നമ്മള് ഈ ഒരു നമ്മുടെ ഒരു സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള ചർച്ചയുടെ അവസാനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്. അതെ അതെ അതെ. നമ്മളുടെ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മൾ സ്വാതന്ത്ര്യത്തിന് ഏത് പോയിന്റിൽ നിന്നാണ് കണ്ടുമുട്ടുക എന്നുള്ളത്. വാഴാറ്റൂരില് കുറെ നടന്ന് ഒരു ബസ് സ്റ്റോപ്പിൽ അവർ കണ്ടുമുട്ടുമ്പോ നമുക്ക് കണ്ടുമുട്ടാം എന്ന് പറയുമ്പോൾ, അതുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്വാതന്ത്ര്യത്തെ നമ്മളുടെ ജീവിതയാത്രയിൽ ഏത് ബസ് സ്റ്റോപ്പിൽ നിന്നാണ് കണ്ടുമുട്ടുക എന്നുള്ളത് ഒരു ചോദ്യമാണ്. എന്നെ ഏറ്റവും കൂടുതൽ ഇതില് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് തന്നെ സംഭവിച്ചാലും ഇനിയൊരു ഗാന്ധി ഇല്ല ഇതിനെങ്ങനെ യോജിപ്പിച്ച് വെക്കാൻ എന്നുള്ളതാണ്. കാരണം നമ്മളുടെ ഉള്ളിലൊരു ഗാന്ധി ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും നമ്മൾ ഇടപെടുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് പുഷ്പം പോലെ പരിഹരിക്കാവുന്നേ ഉള്ളൂ. സ്വാതന്ത്ര്യത്തിന്റെ നമുക്ക് ഓരോ ബ്രത്തിലും അനുഭവിക്കാവുന്നതേ ഉള്ളൂ. ഗാന്ധി ഉണ്ടായിരിക്കെ തന്നെ ഒരു അംബേദ്കറും ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ഇന്നത്തെ കാലത്ത് ഒരു ഗാന്ധി ഉണ്ടായിരുന്നെങ്കിൽ
ഒരു പക്ഷേ അംബേദ്കറിന് ജനിക്കാൻ സാധിക്കുമായിരുന്നോ? ഇല്ല. അംബേദ്കറിന് ജീവിക്കാൻ സാധിക്കുമായിരുന്നോ? തീർച്ചയായും. നെഹ്റു നിലനിൽക്കുമ്പോൾ തന്നെ ഇപ്പുറത്ത് ജയപ്രകാശ് നെഹ്റുവിനോട് പോരടിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ ജയപ്രകാശോ നെഹ്റുവോ ഇതിലേതെങ്കിലും ഒരാളെ കാണാൻ സാധ്യതയുണ്ടായിരുന്നുള്ളൂ. അതെ. അങ്ങനെ അബുൽ കലാം ആസാദ്. അപ്പോ ഒരാൾ ഒരു കൾട്ടായിട്ട് നിൽക്കുമ്പോൾ അയാളെ വിമർശിക്കുന്നവർക്ക് നിലനിൽക്കാൻ സാധ്യതയുള്ള ഒരു ലോകം ഇന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നുള്ളതും കൂടി നമ്മുടെ ഒരു ചർച്ച. അങ്ങനെ വലിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ഗാന്ധി ഇല്ല എന്നുള്ളത് വലിയ ആശങ്കയാണ്. അതുപോലെ തന്നെ അംബേദ്കർ ഇല്ല എന്നുള്ളത് ആശങ്കയാണ്. നമ്മളെ അബുൽ കലാം ആസാദ് ഇല്ല എന്നുള്ളത് ആശങ്കയാണ്. പക്ഷെ ആശങ്കകൾക്കൊക്കെ ഇടയിലും ചിന്തിക്കാനും ചിന്തയെ പോരാട്ടത്തിലേക്ക് കൊണ്ടുവരാനും അതിലൂടെ സ്വാതന്ത്ര്യത്തെ പിടിച്ചു വാങ്ങാനും കഴിയുന്ന ഒരു തലമുറ ഉണ്ട് എന്നുള്ളത് ഒരു ആശ്വാസമാണ്. തീർച്ചയായും. എനിക്ക് അതായത് നമ്മള് മഴ പെയ്യും, മഴക്ക് മഴയുടെ സൗന്ദര്യമുണ്ട്, വെയിലിന് വെയിലിന്റെ ഒരു സൗന്ദര്യമുണ്ട്. മഴ പെയ്യുമ്പോ ഒന്ന് വെയില് കണ്ടാൽ എന്ന് നമ്മൾ ആഗ്രഹിക്കും, വെയില് വരുന്ന സമയത്തൊന്ന് മഴ കണ്ടാൽ എന്ന് നമ്മൾ ആഗ്രഹിക്കും. പക്ഷെ മഴ ഉണ്ടാകുമ്പോഴും വെയിലുണ്ടാകുമ്പോഴും മഴവില്ല് സംഭവിക്കാറില്ല. മഴവില്ല് സംഭവിക്കണമെങ്കിൽ മഴയും വെയിലും ഒരു പ്രത്യേക രീതിയിൽ സംഭവിക്കണം. അപ്പം മാത്രമേ മഴവില്ല് കാണാൻ പറ്റുള്ളൂ. യഥാർത്ഥത്തിൽ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു മഴവില്ലാണ്. കാരണം ആ സ്വാതന്ത്ര്യത്തിന് അരുതാത്ത കാര്യങ്ങളുണ്ട്. എല്ലാം സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞുകൂടാ. ഞാൻ എന്തും ചെയ്യും, അതെന്റെ സ്വാതന്ത്ര്യം. അങ്ങനെ ഒരു സ്വാതന്ത്ര്യമില്ല. എന്നാൽ നീ ഇന്നതേ ചെയ്യാവൂ, ഇന്നത് നീ ചെയ്യരുത് എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തി അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്വാതന്ത്ര്യമില്ല. ചെയ്യാത്തത് ചെയ്യാതിരിക്കുകയും ചെയ്യേണ്ടത് ചെയ്യുകയും ചെയ്യുന്ന ഒരു നാരോ, വളരെ എനിക്ക് തോന്നുന്നു വളരെ ഒരു നൂലിനെക്കാളും നേർത്ത ഒരു വരയാണ്. അതിനെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം എന്ന് വിളിക്കാൻ പറ്റുകയുള്ളൂ എന്നും കൂടി എനിക്ക് തോന്നുന്നു. അതെ, അത് സത്യമാണ്. അപ്പോ നമുക്കൊരു തൂവലിനേക്കാൾ കനം കുറഞ്ഞ് പറക്കാൻ സാധിക്കുന്ന ഒരു വായുവിനെ നമുക്ക് സ്വാതന്ത്ര്യം എന്ന് പേരിടാൻ സാധിക്കും. കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, നമുക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ സംസാരിക്കാൻ, ഇഷ്ടമുള്ള ആകാശത്തേക്ക് പറക്കാനൊക്കെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വായു ഉണ്ടെങ്കിൽ, ആ വായുവിൽ നമുക്ക് പറക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് സ്വാതന്ത്ര്യം എന്ന് പേരിടാൻ. ഇതില് ഒറ്റ കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാകും എന്ന് തോന്നുന്നു. അതായത് ഞാൻ എന്ത് ചെയ്യുമ്പോഴും എൻ്റെ മുന്നിലിരിക്കുന്ന ഒരാൾക്ക്, എൻ്റെ അരികിലിരിക്കുന്ന ഒരാൾക്ക്, എൻ്റെ പുറകെ വരുന്ന ഒരാൾക്ക് അതുകൊണ്ട് ഒരു തരത്തിലുള്ള തടസ്സവും ഉണ്ടാവരുത് എന്ന വിചാരം. അത് ഉണ്ടാവുന്നുണ്ടോ എന്ന് നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും നമ്മളൊരു പുനർവിചിന്തനം നടത്തി നോക്കിക്കഴിഞ്ഞാൽ, അതെല്ലാ മനുഷ്യരും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ സ്വാതന്ത്ര്യം ഉണ്ടാകും പറയാൻ പറ്റും. അങ്ങനെ നമുക്ക് സ്വാതന്ത്ര്യത്തിലെ ചിന്തകൾ നമുക്ക് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം. സ്വാതന്ത്ര്യത്തെ പറ്റി ബോധ്യമുള്ള ഒരു തലമുറ വളർന്നു വരുന്നുണ്ട് എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ നമുക്ക് ഈ രാത്രിയിലെ വർത്തമാനത്തെ അവസാനിപ്പിക്കാം, അല്ലേ? തീർച്ചയായും. അടുത്ത ഒരു ദിവസം നമുക്ക് വീണ്ടും കാണാം. അതെ, മനോഹരമായ വർത്തമാനങ്ങളുമായി. ഓക്കെ.